തന്നെ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ ഹെലികോപ്റ്ററിൽ പര്യടനം നടത്തും. പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, എങ്ങനെയാണ് ഈ സന്ദർശന വിവരങ്ങൾ? ഉന്മേഷ്, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. SPG ഗ്രൗണ്ടും മറ്റ് ഏരിയകളും പൂർണ്ണമായി പരിശോധിച്ചു. നാളെ 11 മണിയോടുകൂടി SPG എല്ലാ ഏരിയകളും ഏറ്റെടുക്കും. SPGയുടെ IG സ്ഥലത്തെത്തിക്കഴിഞ്ഞു. SPGയുടെ ADGP പ്രധാനമന്ത്രിക്കൊപ്പം ഇങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. പ്രധാനമന്ത്രി നേരെ കണ്ണൂരിലേക്കാണ് എത്തുന്നത്. 11:15 മണിയോടുകൂടിയിട്ടാണ് ഇവിടേക്ക് എത്തുക, വയനാട്ടിലേക്ക്. അതായത് പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തും. കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗത്തിൽ കൽപ്പറ്റയിലെത്തും. കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഗ്രൗണ്ടിൽ ഇറങ്ങും. അവിടെ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി ഏരിയൽ സർവേ നടത്തും. അതായത് ദുരന്ത മേഖലയായ ബേലിപ്പാലം, അതുപോലെ തന്നെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏരിയൽ സർവേ നടത്തും. പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാകും. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഈ ഏരിയൽ സർവേക്ക് ശേഷം പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ ഇറങ്ങുന്നു. കൽപ്പറ്റയിൽ ഇറങ്ങി റോഡ് മാർഗത്തിൽ അദ്ദേഹം ദുരന്ത മേഖലയിൽ പോകുന്നു. ദുരന്ത മേഖലയിൽ NDRF അതുപോലെ തന്നെയുള്ള സേനാ വിഭാഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ദുരന്ത മേഖലയിൽ പോയതിനു ശേഷം അദ്ദേഹം ക്യാമ്പുകളിലേക്കും ആശുപത്രികളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഒരു ദിവസത്തെ മുഴുവൻ സന്ദർശനം പൂർത്തിയാക്കി ഏതാണ്ട് 3:30 മണിക്കാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുക. കണ്ണൂരിൽ നിന്നും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പം ഡൽഹിയിൽ നിന്ന് തന്നെ കണ്ണൂരിലേക്ക് എത്തുന്നുണ്ട്. ഈ ചോപ്പറിൽ, അതായത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം PMO കേരള സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഉന്മേഷ്, ദീപക്, ഇപ്പോൾ ഇതിനൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം കേരളം വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ചർച്ചകളൊക്കെ ഈ സന്ദർശനത്തിനിടയ്ക്ക് അത് എവിടെ വെച്ച് നടക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? ദീപക്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിയെ കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി സ്വീകരിക്കും. ആ സമയത്ത് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും അതുപോലെ തന്നെ DGP ദർവേഷ് സാഹിബും കണ്ണൂർ കലക്ടറും അവിടെ വെച്ച് സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വയനാട്ടിലേക്കുള്ള ഹെലികോപ്റ്റർ മാർഗം ഉള്ള യാത്രയിൽ മുഖ്യമന്ത്രി സ്വാഭാവികമായും കൂടെയുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയാണ് ഏരിയൽ സർവേ നടത്തുന്നത്. ദുരന്ത മേഖലയിലൂടെയുള്ള എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററുള്ള ആ പര്യടന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ സാധിക്കും. മാത്രവുമല്ല, ചീഫ് സെക്രട്ടറി തന്നെ പ്രധാനമന്ത്രിയെ ബ്രീഫ് ചെയ്തുകൊണ്ടുള്ള ഒരു മീറ്റിങ്ങും ഈ പര്യടനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്നും കണ്ണൂരിലെത്തുന്നു. കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രരിയും ചീഫ് സെക്രട്ടറിയും DGPയും സ്വീകരിക്കുന്നു. അവിടെ നിന്നും ചോപ്പറിൽ, ഹെലികോപ്റ്ററിൽ അദ്ദേഹം കൽപ്പറ്റയിലേക്ക് വരുന്നു. കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നു. ഹെലിപ്പാഡിൽ ഇറങ്ങിയതിന് ശേഷം നേരെ ദുരന്തമുഖത്തേക്ക് റോഡ് മാർഗം പോകുന്നു. ബേലിപ്പാലത്തിലേക്ക് പോകും. അവിടെ നിന്നും മുണ്ടക്കൈയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതിനുശേഷം സെൻറ്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്ക് പോകുന്നു. ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഏറ്റവും കൂടുതൽ രോഗികൾ, ചികിത്സയിൽ കഴിയുന്നവർ ഉള്ളത് ആശുപത്രിയിലാണ്. ആശുപത്രിയിലേക്ക് പോകും. അതിനുശേഷം അദ്ദേഹം തിരിച്ച് കൽപ്പറ്റയിലെത്തിയ ശേഷം ബ്രീഫിംഗ് നടക്കും. ആ ബ്രീഫിംഗ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു നടത്തുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും പ്രധാനമന്ത്രിയുടെ ടൂർ പ്ലാൻ ഔദ്യോഗികമായി കൺഫേം ചെയ്തുകൊണ്ട് SPG ക്ലിയറൻസോടുകൂടി കേരള സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വേളയിൽ 24-ന് ബ്രേക്ക് ചെയ്യാനുള്ളത്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്, പ്രധാനമന്ത്രിയുടെ സന്ദർശന വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. വയനാടിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. മിനിബാബു പറയുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇന്ന് അവർക്ക് ഓടിക്കിട്ടുന്ന ഒരു ദിവസത്തെ കളക്ഷൻ അത് ഈ വയനാടിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രതികരണങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. ഈ കളക്ഷൻ സെൻ്ററുകളിലൊക്കെ ധാരാളം സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ അറിയിക്കുന്നുണ്ട്. കൂടുതലായി സാധനങ്ങൾ എത്തിക്കേണ്ടതില്ല, അങ്ങനെ ആവശ്യം വരുവാണെങ്കിൽ അറിയിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ എത്തിയ തുണികളൊന്നും അത് ഉപയോഗിക്കാൻ കഴിയാത്തതായിരുന്നു എന്ന് കൂടി മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി ആ കളക്ഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട്.